ഡിസംബർ 20 ശുക്രന് കാലേക്കളത്തിൻ്റെ 8ാം ഭാവത്തിലായിരുന്നു ശുക്രൻ നിന്നിരുന്നത്. അപ്പം അവിടുന്ന് 9ാം ഭാവം എന്ന് പറയും. 9ാം ഭാവം അതായത് ധനുരാശിയിലേക്ക് വൃശ്ചികൻ രാശിയിലായിരുന്നു ഈ നിന്നിരുന്നത്. വൃശ്ചികൻ രാശിയിൽ നിന്ന് ഈ ശുക്രന് ധനുരാശിയിലോട്ട് മാറുന്നു. അപ്പോൾ 8ൽ നിന്ന് 9ലോട്ട് മാറുന്നു. പൊതുവെ 8 പറഞ്ഞാൽ അത്ര നല്ലതല്ല. 9 പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. ഈ ഭാഗ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ, നമ്മൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള പല ഗെയിന്, അതുപോലെ ഹയർ സ്റ്റഡീസ്, അതുപോലെ ലോങ് ജേർണി, ഫ്ലൈറ്റിലൊക്കെ കയറി അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ കയറി ദൂരെ ട്രാവൽ ചെയ്യുന്നത്, എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് അല്ലെന്നൊരു സ്പെക്കുലേറ്റീവ് ഗെയിന്, അങ്ങനെയുള്ള ഒരുപാട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷന്. അപ്പോൾ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴെന്ന് പറഞ്ഞാൽ പൊതുവെ പാകിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഗെയിൻ, അതായത് സ്പെക്കുലേറ്റീവ് ഗെയിൻ എന്നാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഭാഗ്യങ്ങളും കൊണ്ടുതരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ. ശുക്രൻ എന്ന സമ്പത്തിൻ്റെ ഗ്രഹമാണ്. കാരണം സമ്പത്തില്ല പിന്നെ ലോകത്തിൽ ഒന്നുമില്ല. അതുപോലെ നല്ല ഇത് ശുക്രൻ നിൽക്കുന്ന ആൾക്കാർക്ക് മെഡിക്കലി ഉള്ള പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കൊണ്ടുവരും. പ്രത്യേകിച്ച് ഈ വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ശുക്രനെ കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ശുക്രനെ പോസിറ്റീവാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയുടെ ഒടുവിൽ പറഞ്ഞു തരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കേൾക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാവുന്നതാണ്. ഈ നമ്മുടെ ഈ ഒരു പ്രവചനം എന്ന് പറഞ്ഞാൽ രാശിയുടെ അടിസ്ഥാനത്തിലാണ്, ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തില്ല. രാശിയുടെ അടിസ്ഥാനത്തിലാകുമ്പോൾ 100% അക്യുറേറ്റ് ആവുകയില്ല. കാരണം ഓരോരുത്തരും ലഗ്നം മാറി മാറിയിരിക്കും. പക്ഷേ നിങ്ങളുടെ ലഗ്നം ഈ പറയുന്ന ഇപ്പം ധനുരാശിയിലാണ് നിൽക്കുന്നവർ, നിങ്ങൾക്കത് 100% ഫേവറബിൾ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. പിന്നെ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ഈ ശുക്രന് ചില ആൾക്കാർക്ക് ശുക്രദശയൊക്കെ ഉണ്ട്. ആ ശുക്രദശയൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്ന് ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ ഒരു പീരീഡിൽ കുറേ കൂടെ ഇപ്പോഴത്തെ അവർക്കുള്ളതിൻ്റെ ഒരു 10 times ഗുണങ്ങൾ കൂടി കിട്ടുമെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ്, ഫൈനാൻസ് പൈസയുടെ ഗ്രഹമാണ്, ആർഭാടമാണ്, വീടാണ്. അങ്ങനെ വീട്, വണ്ടി, വാഹനം, അങ്ങനെ ബന്ധപ്പെട്ട എല്ലാം ഈ ശുക്രനാണ്. അതുപോലെ ആർഭാടം, ആഡംബരം, അതുപോലെ നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുന്ന, നല്ല മേക്കപ്പൊക്കെ ഇട്ട് നടക്കുന്നത്, അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിൽപ്പെട്ട, അതുപോലെ അഭിനയം, കലാ, സാഹിത്യം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ, അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ ചില ഇപ്പം പിജിയനെ അല്ലെങ്കിൽ മയില്, അപ്പോൾ ഇതെല്ലാം ഈ ഒരു റേഡിയേഷൻ വരുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശുക്രൻ നമ്മുടെ ജീവിതത്തിലോട്ട് വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു നിമിഷം മതി, ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കുകയായിരിക്കും. എങ്ങനെ നമുക്ക് ആ ശുക്രൻ സമ്പത്ത് കൊണ്ട തരുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ശുക്രൻ ഒരു നിമിഷം മതി. പലരുടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പലരുടെയും ജീവിതം മാറി മറിഞ്ഞതും, വലിയ ലോട്ടറി അടിച്ചതും, വലിയ അല്ലെന്നില്ല നല്ല ഓപ്പർച്യൂണിറ്റി ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള അല്ലെന്നില്ല പാടാനൊക്കെ ഉള്ള ചില ആൾക്കാർക്ക്. അപ്പോൾ ഒരു എൻട്രി കൊണ്ട് ജീവിതം മാറി മറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ബിഗ് ബോസിനകത്ത് ഒരു ലേഡി ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അനുമോള്, അപ്പോൾ അവരുടെയൊക്കെ എങ്ങനെ ജീവിതം മാറി മറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യത്തിലും നമ്മൾ അവരുടെ ആയിട്ടുള്ള ഈ ഒരു ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സമ്പത്തും സൗഭാഗ്യം, വണ്ടി, വീട് എല്ലാം ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടത്. എല്ലാ ആഡംബരം, ഇവിടുത്തെ ഡാൻസ്, ബാറ്, അത് കള്ള റിലേറ്റഡ് ആയിട്ടുള്ള മിങ്കിൾ വിത്ത് ലേഡീസ് എല്ലാം ശുക്രനാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ശുക്രൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. മെയിന് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ശുക്രനെ പോസിറ്റീവാക്കാനുള്ള കർമ്മ ഒടുവിൽ പറഞ്ഞുതരാം. അതല്ല, അതിനു മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ശുക്രൻ്റെ അപ്പം ഇമ്പോർട്ടൻസ് പറഞ്ഞ് ഈ ഒരു ശുക്രനെ നമ്മൾ പോസിറ്റീവായിട്ട് വെക്കണം. പ്രത്യേകിച്ച് 12നും 24നും ഇടയിലുള്ള പെൺകുട്ടികളൊക്കെ എന്നാൽ ശുക്രൻ്റെ റേഡിയേഷനാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരോട് മിസ്ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളെ പാസ്റ്റ് ലൈഫിലായാലും കഴിഞ്ഞ ജന്മത്തിലായാലും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ബിഹേവിയറൊക്കെ ഉണ്ടായ ആൾക്കാർക്ക് ശുക്രൻ പലപ്പോഴും നെഗറ്റീവായിട്ട് വരും. നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം ഒരുപാട് പല രീതിയിലുള്ള അസുഖങ്ങളുണ്ട്. പ്രത്യേകിച്ച് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ്, നമുക്ക് ഇവൻ ലേഡീസിനായാലും സെക്സ് ഓർഗനുമായിട്ടുള്ള ഡിസീസ്. അപ്പോൾ അങ്ങനെ എല്ലാ പല രീതിയിലുള്ള മെഡിക്കൽ അസ്ട്രോളജി, അതുപോലെ ഈ പറയുന്ന സിസ്റ്റ്, എന്തെങ്കിലും ഒരു സിസ്റ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഐസ്, സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, നേഴ്സ് ഡിസോർഡർ,
അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള അസുഖങ്ങളും അല്ലെന്നൊരു ജെനിറ്റൽ ഡിസീസ്, വനേറിയൽ ഡിസീസ്, ഓവേറിയൻ ഡിസീസ്. അപ്പോൾ വനേറിയൽ സെക്സ്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ്, അല്ലെങ്കിൽ അസുഖങ്ങൾ, അല്ലെങ്കിൽ ഓവറിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ യൂട്രസിനുണ്ടാകുന്ന അസുഖങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല അസുഖങ്ങളും ഈ ശുക്രനാ കൊണ്ടുതരുന്നതെന്ന് മനസ്സിലാക്കിക്കാണും. അപ്പോൾ ഈ ശുക്രൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ 1-ാം ഭാവം 2-ാം ഭാവത്തിലൊക്കെ ശുക്രനൊക്കെ ഇരിക്കുന്ന ആൾക്കാർ വേണമെന്നൊരു അണിഞ്ഞ് പൊട്ടും തൊട്ടും ഒക്കെ എടുക്കുന്ന നല്ല ആർപ്പാടമായിട്ട് നടക്കുക, അല്ലെന്നൊരു അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവേ നല്ലതായിരിക്കും. അവർക്ക് അനുഭവം, അല്ല അഭിനയം, അല്ലെന്നൊരു കലാ സാഹിത്യത്തിനോട് ഇത് വാസന കൂടുതൽ, അണിഞ്ഞൊരുങ്ങി നടക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ശുക്രനെ പറ്റി പറയാനുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു 6 രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മേടൻ രാശി എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. അപ്പം ഈ മേടൻ രാശിക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് 9-ലോട്ടാണ് ഈ പറയുന്ന ശുക്രൻ്റെ മാറ്റം. അപ്പോൾ 8-ൽ നിന്ന് 9-ലോട്ട് മാറി. 9 എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനം എന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിതത്തിലെ പല ഉയർച്ചകളും നേട്ടങ്ങളും കാര്യങ്ങളെല്ലാം ഈ 9 എന്ന് പറയുന്ന ഒരു സംഭവം. പ്രത്യേകിച്ച് ഈ 9 നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വ്യാഴത്തിൻ്റെ ഡിഫോൾട്ട് ഹൗസ്, അതായത് വ്യാഴത്തിൻ്റെ ഗ്രഹത്തിലോട്ടാണ് ശുക്രൻ പ്രതീക്ഷിക്കുക. വ്യാഴമെന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ, ഭയങ്കര സമ്പത്ത്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വ്യാഴം നിൽക്കുന്ന ഡിഫോൾട്ടായിട്ട് നിൽക്കുന്ന ഗ്രഹത്തിലെ 9-ലോട്ട് പോകുമ്പോൾ ഇവർക്ക് പല രീതിയിലുള്ള ഉയർച്ചകളെ, അതുപോലെ പ്രത്യേകിച്ച് ഇവരുടെ ഫാദറിന് നല്ല ഉയർച്ച വരും. അതുപോലെ ഇവരുടെ ബുദ്ധിപരമായിട്ടുള്ള പല കഴിവ്, പ്രത്യേകിച്ച് IELTS എക്സാമൊക്കെ എഴുതി പാസ്സാകാൻ വേണ്ടി വെയിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വിസ ഒക്കെ എളുപ്പം പടാന്ന് പാസ്സായി വരാനാണ്, അൺഎക്സ്പെക്റ്റഡായിട്ട് വിസ ഒക്കെ പാസ്സായി വരാനുള്ള, എമിഗ്രേഷൻ കാര്യങ്ങൾ എളുപ്പം ക്ലിയറായി വരാനുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഫോറിൻ ട്രാവൽ ചെയ്യാൻ, ഹയർ എഡ്യൂക്കേഷന് പോകാനുള്ളവർക്ക് നല്ല IELTS എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാകാനുള്ള ഒരു സാഹചര്യങ്ങൾ, അല്ലെന്നൊരിൽ ഈ ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എളുപ്പം വിസ പാസ്സായി വരാൻ, അതുപോലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോറിൻ ട്രാവൽ ചെയ്യാനുള്ള ആൾക്കാർ, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വിസ എളുപ്പം, പുതിയ ജോബൊക്കെ എളുപ്പം കിട്ടി നല്ല രീതിയിലുള്ള നല്ല പൊസിഷൻ, ഫേവറബിളായിട്ടുള്ള ഒരു പൊസിഷനിൽ ജോബ് ചേഞ്ച് കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ചിലപ്പോൾ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക്, റിസർച്ച് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒന്ന് ഹയർ മാർക്ക് കിട്ടാൻ, അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം വരാനുള്ള കാര്യങ്ങൾ, അതുപോലെ പൂർവീയ സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാർക്കാണെന്ന് അതൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള വരാനൊക്കെ ഉള്ളൊരു സാധ്യത. അങ്ങനെ പല രീതിയിൽ അനുകൂലമാണ്. അത് മാത്രമല്ല, ഇവർക്ക് കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അതുപോലെ പ്രണയബന്ധത്തിൽ പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ എൻ്റർടൈൻമെൻറ്റ്, ജീവിതത്തിൽ നല്ല ഒരു മീൻസ് എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളത്, അതുപോലെ പിൽഗ്രിമേജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഉല്ലാസ യാത്ര നടത്താനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഈ പറഞ്ഞ മാതിരി ലവ് അഫേഴ്സ്, പുതിയ ലവ് അഫേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ. അപ്പോൾ ഇങ്ങനെല്ലാം ഒരു നല്ല കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ. അപ്പോൾ അങ്ങനെല്ലാം പൊതുവേ എന്ന് പറഞ്ഞാൽ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല, ദമ്പതികൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് അകന്നു കഴിഞ്ഞ ദമ്പതികൾ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം വരുവാണ്. മാത്രമല്ല, ഈ പുതിയ ബിസിനസ്സൊക്കെ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നിന്ന് നല്ല, ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ നല്ലൊരു അനുകൂലമാണ്. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും എടുത്ത് ചാടി അങ്ങനെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചേരില്ല. കാരണം ആ പാർട്ട്ണർ ആരാണെന്ന് മനസ്സിലാക്കണം, പാർട്ട്ണറെ പറ്റി പ്രോപ്പർ സ്റ്റഡി ചെയ്യുക, പാർട്ട്ണറിൻ്റെ ഈവൻ നമ്മൾ മാരേജ് നോക്കുന്ന രീതിയിലുള്ള അവരുടെ ബർത്ത്ഡേ ആയിട്ട് വെച്ച് അനലൈസ് ചെയ്തിട്ട് നല്ലൊരു പാർട്ട്ണറെ ലോങ് ടൈമിൽ നിങ്ങൾ സെലക്ട് ചെയ്യാവൂ. അത് വെരി ഇമ്പോർട്ടൻ്റ്. അല്ലെന്നൊരു നമുക്ക് മാരേജിനകത്ത് മിസ്ഫോർച്യൂൺ പറ്റുന്ന പോലെ ഇതിലും പറ്റാനുള്ള സാഹചര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഇതെല്ലാം ഒരു ഭാവത്തിലെ ഒരു ഡയറക്ഷൻ, നമ്മുടെ 7 എന്നുള്ള ഒരു സംഭവത്തിലാണ് ഇതൊക്കെ വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാർ വളരെ നല്ല രീതിയിൽ കഴിയാനും ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകാനും, ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട പോയെന്ന് വിചാരിച്ച ചില കാര്യങ്ങളൊക്കെ തിരിച്ച് വരിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. അതുപോലെ ബിസിനസ്സിലെ നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ.
അങ്ങനെ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജീവിതത്തിലെ പല രീതിയിലുള്ള ഉയർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഈ ഒരു സമയത്തുണ്ടാകാനും അവർക്ക് നഷ്ടപ്പെട്ടിരുന്നതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് തിരിച്ചു കിട്ടാനൊക്കെ ഉള്ള സാഹചര്യം, ഇങ്ങനെ പലതും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ വരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ പൊതുവേ ഇവർക്ക് ഈ ഒരു മേടൻ രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മേടൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് അശ്വതി, ഭരണി, കാർത്തികയുടെ ഒരു പാദം മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് വളരെ അനുകൂലമാണ്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ റെമഡി, ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള റെമഡി ഒന്ന് നോക്കാം. ശുക്രനെ പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മുടെ നെയ്യ് കൊണ്ട് തിലകം തൊടുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ വെണ്ണ അല്ലെങ്കിൽ വെണ്ണ ദാനം ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അന്തർക്ക്, മുടന്തർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് വെണ്ണ ദാനം ചെയ്യുക, അല്ലെങ്കിൽ നെയ്യ് ദാനം ചെയ്യുക, അത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ 12-നും 24-നും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ് ദാനം ചെയ്യുക. മേക്കപ്പ് സെറ്റ് അല്ല, നല്ല അണിഞ്ഞൊരുങ്ങാനുള്ള ഈ പറഞ്ഞ പല സംഭവം റിലേറ്റഡ് ആയിട്ടുള്ള ഈവൻ തുണിത്തരങ്ങളാണ്, ടെക്സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനകത്ത് ബന്ധപ്പെട്ടാണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൺമഷി, മേക്കപ്പ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് 12-24-നും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് ദാനം ചെയ്യുക. അതേമാതിരി ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുക. പ്രത്യേകിച്ച് അതേമാതിരി സ്വന്തം വൈഫിനെ പോലും നല്ല ബന്ധം ഉണ്ടാക്കുക, അല്ല വൈഫിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലും ശുക്രൻ എന്ന് പറഞ്ഞാൽ വൈഫും ശുക്രൻ്റെ റേഡിയേഷനാണ്. അപ്പോൾ വൈഫിനെയൊക്കെ നല്ല സന്തോഷ സ്നേഹമായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പൈസ എവിടെ നിന്ന് വരും. വേണ്ടി വന്ന എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ കാല് ഞെക്കി പാദസേവ എന്ന് പറഞ്ഞത്, ലേഡീസിൻ്റെ പാദസേവ, വൈഫിൻ്റെ പാദസേവ ചെയ്തതിന് കാലിയൊക്കെ കൊടുക്കുക. അങ്ങനെ പോലും ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളുണ്ട്. അതുപോലെ ഭൈരവലക്ഷ്മി മന്ത്രം ജപിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള ഓം ദുർഗായ നമഃ എന്ന ദുർഗയുടെ മന്ത്രമുണ്ട്, അത് ദുർഗയുടെ ഇത് നല്ല ഇതാണ്. അതുപോലെ ശകല തൈരിട്ടിട്ട് കുളിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള സംഭവമാണ്. അതുപോലെ പശുവിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്ന, പശുവിനല്ല പഴം കൊടുക്കുക. പശുവിന് പഴം കൊടുക്കുക എന്ന് പറഞ്ഞാൽ 3 പഴം കൊടുത്തു കഴിഞ്ഞാൽ ശുക്രനെയും കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് പശുവിന് പഴം കൊടുക്കുക. പിന്നെ ദുർഗാചാര്യ സഹ വായിക്കാനുള്ള. പിന്നെ ഏറ്റവും നല്ലതാണ് കൽക്കണ്ടം ദാനം ചെയ്യുന്നത്. കൽക്കണ്ടം പ്രത്യേകിച്ച് അന്തർക്ക്, മുടന്തർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. അല്ലെന്നൊരു കൽക്കണ്ടം നിങ്ങൾക്ക് ഏത് മതസ്ഥരായിക്കോട്ടെ, ഇവിടെ ജാതി മതം വിഷയമല്ല, നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ കൽക്കണ്ടം ദാനം ചെയ്യുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ളത്. അതുപോലെ ലഡ്ഡു, മധുരഫലഹാരങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് നല്ല വെണ്ണയൊക്കെ കലർത്തിയുള്ള നല്ല രീതിയിലുള്ള ലഡ്ഡു അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പലഹാരങ്ങൾ ദാനം ചെയ്യുന്ന ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അതുപോലെ ടെമ്പിളിൽ ഗീ കൊടുക്കുക, അതും ശുക്രനെ പോസിറ്റീവ് ആക്കാനാണ്. പിന്നെ ഏറ്റവും നല്ലത് വേറൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുക. പ്രത്യേകിച്ച് ഈ ക്രിസ്റ്റൽ മാല കഴുത്തിലിട്ട് നടക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളതാണ്. അതുപോലെ ഭൈരവി ലക്ഷ്മി വ്രതമെടുക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അങ്ങനെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനെടുക്കാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബർത്ത് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ ബർത്ത് ചാർട്ടിനകത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നത്, നെഗറ്റീവായിട്ട് നിൽക്കുന്നത്, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു രീതിയിലുള്ള ഗ്രഹങ്ങളുടെ അലൈൻമെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം ഓരോരുത്തരുടെ. കാരണം നമ്മൾ ബൃഹനാടി, നക്ഷത്രനാടി, KP അസ്ട്രോളജി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ പഞ്ചപക്ഷി, പല കാര്യങ്ങളുണ്ട്, ന്യൂമറോളജി, മൊബൈൽ നമ്പർ. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസൾട്ടേഷനോ പഠിക്കാനോ എടുക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഗ്രൂപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.